സഹയാത്രി. പൗരോഹിത്യസ്വത്വവും ദൗത്യവും അടിസ്ഥാനമാക്കി 100 ധ്യാന ചിന്തകൾ. അവതരണം ഫാദർ ഹെൻറി പട്ടരുമഠത്തിൽ എസ്.ജെ. പച്ചമനുഷ്യൻ. നമ്മുടെ ബലഹീനതകളിൽ സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ അവൻ പരീക്ഷിക്കപ്പെട്ടു, എന്നാൽ പാപമില്ലാതെ. അതിനാൽ ആവശ്യമുള്ളപ്പോൾ സഹായത്തിനായി കരുണ സ്വീകരിക്കാനും കൃപ കണ്ടെത്താനും കൃപയുടെ സിംഹാസനത്തെ ആത്മധൈര്യത്തോടെ നമുക്ക് സമീപിക്കാം. ഹെബ്രായർക്കുള്ള ലേഖനം 4-ാം അധ്യായം 15-16 വാക്യങ്ങൾ. പുരോഹിതൻ ദൈവികമായ ദൗത്യത്തിന് നിയോഗിക്കപ്പെട്ടവനാണ്. ദൈവജനത്തിനു വേണ്ടി കൂദാശകൾ പരികർമ്മം ചെയ്യുന്നവനാണ്. അവൻ്റെ പ്രാർത്ഥനയിലും ജീവിതത്തിലും ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്നവനുമാണ്. അതേസമയം അവൻ മജ്ജയും മാംസവുമുള്ള പച്ചമനുഷ്യനാണ്. എല്ലാ മനുഷ്യർക്കുമുള്ളതുപോലെ വികാരങ്ങളും വിചാരങ്ങളും ആഗ്രഹങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും ഭാവങ്ങളുമൊക്കെ അവനുമുണ്ട്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും മനസ്സിലാക്കപ്പെടാനുമുള്ള ആഗ്രഹങ്ങൾ അവനിലും ശക്തമായി തന്നെ അനുഭവപ്പെടുന്നു. ചില സമയങ്ങളിൽ അവൻ പോലും അറിയാതെ അവൻ്റെ ഉള്ളിലെ ഈ പച്ചമനുഷ്യൻ സജീവനാകുന്നു. താൻ ആത്മീയ ദൗത്യത്തിനായി സമർപ്പിക്കപ്പെട്ടവനാണെങ്കിലും തന്നിലെ പച്ചമനുഷ്യനെ നിരാകരിച്ചുകൊണ്ടോ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന സമ്മർദ്ദങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടോ മുമ്പോട്ട് പോകാനാവില്ല എന്നവനറിയാം. യഥാർത്ഥത്തിൽ വളരെ സ്നേഹപൂർണമായ ഒരു സമീപനമാണ് അവൻ സ്വീകരിച്ചിരിക്കുന്നത്. താനും ഒരു മനുഷ്യനാണെന്നും തൻ്റെ മനുഷ്യത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവം ദിവ്യമായ ഈ ദൗത്യത്തിലേക്ക് തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നതുമെന്നുമുള്ള വസ്തുത അവൻ നിരന്തരം ഓർക്കുന്നു. അത്തരം അവബോധം കൃതജ്ഞതയുടെ വികാരത്തോടെ തൻ്റെ മാനുഷികാവസ്ഥ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും അവനെ പ്രാപ്തനാക്കുന്നു. തൻ്റെ മാനുഷിക ഭാവത്തിൽ അവൻ അഭിമാനിക്കുന്നു. എന്നാൽ അവയുടെ അമിതമായ സ്വാധീനം തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാനും കർത്താവിൻ്റെ വഴിയിൽ നിന്ന് അവ തന്നെ മാറ്റിക്കൊണ്ടു പോകാതിരിക്കാനും അവൻ ജാഗരൂകനാണ്. പുരോഹിതനിലെ പച്ചമനുഷ്യൻ ചില സാഹചര്യങ്ങളിൽ അവനിൽ വ്യത്യസ്ത സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുമെങ്കിലും വേണ്ടത്ര കരുതലോടും ശ്രദ്ധയോടും കൂടെ കൈകാര്യം ചെയ്താൽ അത് തൻ്റെ ദൗത്യത്തിന് വലിയ അനുഗ്രഹമായി തീരുമെന്ന് അവൻ തിരിച്ചറിയുന്നു. സ്നേഹത്തോടും കരുണയോടും കൂടെ തൻ്റെ സഹോദരങ്ങളെ കാണാനും സഹാനുഭൂതിയോടെ അവരുടെ മാനുഷിക സാഹചര്യങ്ങളെയും വിഷമതകളെയും മനസ്സിലാക്കാനും താത്പര്യത്തോടെ അവരെ ശ്രവിക്കാനും അവരുടെ വളർച്ചയ്ക്കും ശ്രേയസ്സിനും വേണ്ടി സ്വയം സമർപ്പിക്കാനും അവന് കഴിയുന്നത് അവനിലെ ഈ പച്ച മനുഷ്യത്വം കൊണ്ടാണ്. അവൻ്റെ ഗുരുവും നാഥനുമായ യേശുവിനെപ്പോലെ ചിരിക്കുന്നവരോടൊത്ത് ചിരിക്കാനും കരയുന്നവരോടൊത്ത് കരയാനും നീറുന്ന മനസ്സുമായി വരുന്നവരെ അനുകമ്പയോടെ സ്വീകരിക്കാനും ചേർത്തു നിർത്താനും അവനെ പ്രാപ്തനാക്കുന്നതും ഈ പച്ചമനുഷ്യത്വം തന്നെയാണ്. അവൻ്റെ സഹയാത്രികരിൽ ചിലർക്ക് അവൻ പച്ചമനുഷ്യനാണെന്ന സത്യം അംഗീകരിക്കാൻ ചില സമയങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ചിലരൊക്കെ അവനിൽ എപ്പോഴും ഒരു അതിമാനുഷത്വം പ്രതീക്ഷിക്കാറുമുണ്ട്. എന്നാൽ ഭൂരിഭാഗം പേരും
അവൻ്റെ മാനുഷിക ഭാവവും അതിൻ്റെ പരിമിതികളുമൊക്കെ ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് അവനോടൊത്ത് യാത്ര ചെയ്യുന്നത്. അവരുടെ സ്നേഹവും കരുതലും മനസ്സിലാക്കലുമെല്ലാം കൂടുതൽ തെളിവോടെ ജീവിക്കാനും അവനിലെ പച്ച മനുഷ്യനെ ദൗത്യത്തിൽ ഫലപൂർണനാക്കാനും സഹായിക്കുന്നു. ധ്യാനം. സ്വസ്ഥമായിരുന്ന് എന്നിലെ പച്ച മനുഷ്യനെ തിരിച്ചറിയാൻ ശ്രമിക്കുക. എൻ്റെ ചിന്തകളും ഭാവങ്ങളും വികാരങ്ങളും താത്പര്യങ്ങളുമെല്ലാം മനസ്സിൽ വരട്ടെ. എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുക. ഏറ്റവും സ്നേഹത്തോടെ എന്നിലെ പച്ച മനുഷ്യനെ ഉൾക്കൊള്ളാനും കർത്താവിൻ്റെ ദൗത്യത്തിലേക്ക് എന്നെ സമർപ്പിക്കാനുമുള്ള കൃപ യാചിക്കുക.